മാക്സിം ഗോർക്കി ഒരിക്കൽ പറയുന്നുണ്ട്, മനുഷ്യൻ അതെത്ര വിസ്മയകരമായ പദം എന്ന്. പണ്ട് ഡയോജനസ് ചൂട്ട് കത്തിച്ച് പകൽ വെളിച്ചത്തിൽ അന്വേഷിച്ചത് ആ മനുഷ്യനെ ആയിരുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്നാണ്. ഭൂമിയിൽ സ്രഷ്ടാവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. സ്രഷ്ടാവിൻ്റെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ മനുഷ്യരിൽ വ്യത്യസ്തമായ ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സാമൂഹികവും മാനുഷികവുമായി ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിന് ആനന്ദമുണ്ടാകുന്നത്, ഈ പ്രപഞ്ചത്തിന് സൗന്ദര്യമുണ്ടാകുന്നത്. സാമൂഹിക വിപ്ലവം അതിൻ്റെ സമഗ്രത പ്രാപിക്കണമെങ്കിൽ മനുഷ്യനെ അഭിമുഖീകരിക്കാതെ സാധ്യമാവുകയില്ല. മനുഷ്യർക്കൊപ്പം നിൽക്കാതെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയില്ലല്ലോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ഒരിക്കൽ ഗാന്ധിയെ കാണാൻ വരുന്നുണ്ട്. ഗാന്ധി ആശ്രമത്തിൽ സാധാരണ മനുഷ്യരോട് ചേർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ്, അവരുമായി കുശലം പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിയെ കാണാൻ അധികാരത്തിൻ്റെ ഭാഷയിലും ഗർവിലും കടന്നു വരുന്നത്. സാധാരണ മനുഷ്യരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വേണ്ടത്ര പരിഗണിക്കാതെ പോകുന്നുണ്ട്. ഗാന്ധി പറയുന്നുണ്ടല്ലോ, ബഹുമാന്യരായ മമ്പുറത്ത തങ്ങൾ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിനാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ വിഭജിക്കുവാനും ഭിന്നിപ്പിക്കുവാനും ശ്രമിക്കുന്ന കാലത്ത് അവിടുന്ന് മുന്നോട്ട് വന്നു. ജാതീയമായ അസ്പൃശ്യതയും ജന്മിത്ത ചൂഷണത്തിനും വിധേയരായവരെ മമ്പുറത്ത തങ്ങൾ ചേർത്തു നിർത്തുകയാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ തന്ത്രം. മനുഷ്യരെ ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ, വർഗത്തിന്റെ താല്പര്യങ്ങളിൽ വിഭജിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ താല്പര്യമായിരുന്നു. അങ്ങനെ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാലത്ത് ബഹുമാന്യരായ മമ്പുറത്ത തങ്ങൾ മനുഷ്യരെ ജാതിയും മതവും നിറവും നോക്കാതെ ചേർത്ത് നിർത്തുകയാണ്. ആ മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് അവിടുന്ന് ചെയ്ത മഹാദൗത്യം. ലോകത്തെ സാമൂഹിക വിപ്ലവകാരികളും പരിഷ്കർത്താക്കളും ഇത്തരത്തിലാണ് അവരുടെ നിലനിൽപ്പ് ഉയർത്തിപ്പിടിച്ചത്. മാർട്ടിൻ ലൂഥർ കിങ് മനുഷ്യരൊപ്പം നിൽക്കുന്ന, ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമത്വത്തെക്കുറിച്ച്, സ്നേഹലോകത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്ന മനോഹരമായ പ്രഭാഷണം ലോക ചരിത്രത്തിൽ ഇന്നും ബാക്കിയുണ്ടല്ലോ. സാമൂഹികമായ പരിവർത്തനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മഹാദൗത്യമാണ് അവരെല്ലാവരും ഏറ്റെടുത്ത് നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്. മനുഷ്യജീവിതത്തിന്റെ പൊരുളും താല്പര്യങ്ങളും വിസ്മരിച്ചുകൂടാ. എന്താണ് മനുഷ്യജീവിതത്തിന്റെ പൊരുളും താല്പര്യവും? മലയാളത്തിന്റെ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, നീണ്ട 60-70 വർഷം ജീവിക്കുന്ന മനുഷ്യൻ, സർഗാത്മകനായ മനുഷ്യൻ, അയാളുടെ നിർമ്മാണ പരിധയെ വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം പ്രയോഗിച്ച് ഒടുവിൽ മരിച്ചു പോകുന്നതാണ് മനുഷ്യ ജീവിതം. മനുഷ്യന്റെ ജീവിതം കേവലം ആഘോഷപരതയിൽ ഇങ്ങനെ അഭിരമിച്ചു തീർക്കേണ്ടതല്ല. മാനുഷികമായി, സാമൂഹികമായി നിർവഹിക്കുവാനുള്ള ദൗത്യങ്ങളെ ഉൾക്കൊള്ളണം. കണ്ണും കാതും തുറന്നു വെച്ച് ഈ പരിസരങ്ങളെ നിരീക്ഷിക്കുവാൻ കഴിയണം.
കണ്ണും കാതും അടച്ചു പിടിച്ച് താളപ്പഴകളിൽ അഭിരമിക്കരുത്. അങ്ങനെ അഭിശപ്തമായ താളപ്പഴകളിൽ അഭിരമിക്കുന്ന സന്ദർഭത്തിൽ ജീവിതം ആഘോഷിക്കുവാനുള്ള ധാരണയ്ക്ക് ബലം വെക്കുകയാണ്. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന്, എന്റെ ഉത്തരവാദിത്വങ്ങൾ എനിക്ക് നിർവഹിക്കാനുള്ളതല്ലെന്ന് മനസ്സിലാക്കുന്നിടത്ത് ഊഷ്മളമായ ജീവിതത്തിന്റെ കാലം മുഴുവനും പ്രതീക്ഷിപ്തപ്പെട്ടു പോവുകയാണ്, അലക്ഷ്യമാവുകയാണ്. സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും. ഞാനെന്ന ഭാവത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ചെറുതാവുകയാണ്. വിശാലമായ പ്രാപഞ്ചികമായ കാഴ്ചപ്പാടുകളിലേക്ക് വളർന്നു വരേണ്ട മനുഷ്യൻ ഞാനെന്ന ഭാവത്തിനകത്തേക്ക് ഇങ്ങനെ സ്വയം സങ്കുചിതമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപകടകരമാണ്. എനിക്ക് മോചിപ്പിക്കാൻ കഴിയേണ്ടത് എന്നിൽ നിന്നാണ്. ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് എനിക്ക് പുറത്തു കടക്കാൻ കഴിയേണ്ടത്. സ്വാർത്ഥത സ്വീകരിക്കുന്നവരുടെ അകത്ത് വെളിച്ചമുണ്ടാവുകയില്ല. അവരുടെ അകം മരുഭൂമിയായി മാറുകയാണ് ചെയ്യുക. ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ സ്നിഗ്ധതയുണ്ടാവുകയില്ല, സ്നേഹത്തിന്റെ ഉറവ പൊട്ടുകയില്ല. ഞാനെന്ന ഭാവവുമായി ഒരാൾ വരുന്നുണ്ട് സോക്രട്ടീസിന്റെ മുന്നിൽ. അഹന്തയുടെ മൂർത്തിയായി രൂപം പ്രാപിച്ചുകൊണ്ട് ഒരു കോടീശ്വരൻ സോക്രട്ടീസിനെ സമീപിക്കുന്നുണ്ട്. തന്റെ ശരീരഭാഷയിൽ മുഴുവനും ഈ അഹന്തയുടെ ഒരു പർവ്വതം ചുമന്നുകൊണ്ടാണ് ഈ കോടീശ്വരനായ മനുഷ്യൻ സോക്രട്ടീസിനെ കാണാൻ വരുന്നത്. സോക്രട്ടീസ് അയാളോട് ഇരിക്കാൻ പറയുന്നുണ്ട്. ഇരുന്നതിന് ശേഷം ലോകത്തിന്റെ ഭൂപടം ഇങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് സോക്രട്ടീസ് അയാളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഏതു രാജ്യക്കാരനാണ്? ഞാൻ ഏഥൻസിൽ നിന്നാണ് എന്ന് ഏഥൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ആ വന്ന കോടീശ്വരനായ മനുഷ്യൻ. സോക്രട്ടീസ് ചോദിക്കുന്നത്, ഏഥൻസിനകത്ത് നിങ്ങൾ എവിടെയാണ് എന്നാണ്. ലോകത്തിന്റെ ഭൂപടം ഇങ്ങനെ നിവർത്തി വെച്ച് ഏഥൻസിനകത്ത് നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചു കണ്ടെത്തണമെന്ന് സോക്രട്ടീസ് പറയുന്നിടത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ സ്വയം തോറ്റുപോവുകയാണ്, ചെറുതായി പോവുകയാണ്. വിശാലമായ പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ ഭൂപടത്തിന് മുന്നിൽ താൻ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുന്ന മനുഷ്യനോട്, അഹന്തയുടെ മൂർത്തിയായി രൂപം പ്രാപിച്ചു വന്ന ആ മനുഷ്യനോട് സോക്രട്ടീസ് സംസാരിക്കുന്നത്, നിങ്ങൾ അഹംബോധത്തിന്റെ മേഘപടലങ്ങളെ കുടഞ്ഞെറിയണം. നിങ്ങൾക്കകത്ത് നിന്ന് സ്നേഹത്തിന്റെ നന്മയുടെ തെളിനീരൊഴുകണം. അതിനെന്ന് ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കണമെന്നത് കേട്ടു. നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്റെ മനസ്സാണ്. നീ ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചു എന്നാണ്. ചുറ്റുപാടുകളിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി ആ ചുറ്റിലും ഉയരുന്ന മനുഷ്യരെ കുറിച്ചുള്ള നിലവിളികൾ, വിചാരങ്ങൾ, സ്പന്ദനങ്ങൾ നിങ്ങളുടെ അകത്ത് രൂപപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു മനുഷ്യരാണ് എന്നാണ് ചോദിക്കുന്നത്. ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയണം. ദുർബലരായ അത്തരം പാവം മനുഷ്യരെ തേടിയാണ് അർദ്ധരാത്രിയിൽ വേഷപ്രച്ഛന്നനായി ബഹുമാന്യരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചത്. മനുഷ്യരെ തേടിയാണ് സഞ്ചരിക്കുന്നത്. ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, ഏതെങ്കിലും കൂരകളിൽ വികസനത്തിന്റെ നിലാപുതിക്കാത്തതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, ഏതെങ്കിലും തീന്മേശകളിൽ ആഹാരത്തിന്റെ ഹരം ലഭിക്കാത്തതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫ പാതിരാവിന്റെ പഴുതിൽ ഇങ്ങനെ വേഷപ്രച്ഛന്നനായി ഊരി ചുറ്റുകയാണ്. ആമുറമാദ പട്ടിണിക്കാലം മനുഷ്യരിങ്ങനെ പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന സന്ദർഭത്തിൽ ദൂരദിക്കിൽ നിന്ന് എവിടെ നിന്നോ കുഞ്ഞുങ്ങളെ നിലവിളി കാതുകളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഭൃത്യനായ അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നുണ്ട്, ആ ദിക്കിലേക്ക് നടന്നു പോകണം നമുക്ക്. ആ ദിക്കു തേടി മനുഷ്യരെ തേടി അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇരുളിലൂടെ നടന്നു പോകുന്നുണ്ട് ബഹുമാന്യരായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ദൂരം താണ്ടി കടന്നു ചൊല്ലുമ്പോ ഒരു കൂരയ്ക്കകത്ത് ഒരു ഉമ്മയും 2 മക്കളുമുണ്ട്. വാവിട്ട് കരയുന്ന 2 കുഞ്ഞുങ്ങൾ ഉമ്മയുടെ കാല് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ആ ഉമ്മ പാത്രത്തിൽ എന്തോ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന ദൃശ്യം ബഹുമാന്യരായ ഖലീഫ കാണുന്നുണ്ട്. മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന്. ആ ഉമ്മ പറയുന്നുണ്ട്, സങ്കടത്തോടെ പറയുന്നത്, 2 കുഞ്ഞുങ്ങളും വിശന്നിട്ടാണ് കരയുന്നത്, ഭക്ഷണമില്ല.
അവർക്ക് തിന്നാനും കുടിക്കാനും കിട്ടിയിട്ട് ദിവസങ്ങളായി എന്ന് ഖലീഫയോട് പറയുമ്പോൾ ബഹുമാന്യരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അല്പം ക്ഷോഭത്തോടെ ചോദിക്കുന്നുണ്ട്, ആ പാത്രത്തിൽ പാചകം ചെയ്യുന്നത് എന്താണ്? അതാ കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുത്തുകൂടെ, വിഹിതം ചെയ്തു കൊടുത്തുകൂടെ എന്ന ധാരണയിലാണ് ആ ചോദ്യം. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, പാത്രത്തിൽ ഒന്നുമില്ല. അസഹ്യമായ കരച്ചിൽ ഇങ്ങനെ മുഴങ്ങുന്ന സന്ദർഭത്തിൽ ഒരു മാതാവെന്നർത്ഥത്തിൽ ഹൃദയവേദന ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ അല്പം വെള്ളമൊഴിച്ച് തിളപ്പിക്കും. കുഞ്ഞുങ്ങൾ കരുതും പാത്രത്തിൽ എന്തോ ഉണ്ടെന്ന്. അവരിങ്ങനെ താൽക്കാലികമായി അവരെ കരച്ചിലിന് താളമാറ്റം സംഭവിക്കും. ക്ഷീണത്തിൽ അവർ കിടന്നുറങ്ങിപ്പോയാൽ പിന്നെ നാളെ പ്രഭാതത്തിൽ ആലോചിച്ചാൽ മതി. ബഹുമാന്യരായ ഖലീഫയുടെ മനസ്സ് പടയ്ക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇരുളിലൂടെ നടന്നു പോവുകയാണ്. ആവശ്യമായ ധാന്യവും നെയ്യും സംഭരിച്ച് സ്വന്തം മുതുകിലിങ്ങനെ ചുമന്നു കൊണ്ടുവന്ന് ആ കൂരയ്ക്കകത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് വിഹിതം ചെയ്തു കൊടുത്ത് ബഹുമാന്യരായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മനുഷ്യർക്കൊപ്പം നിൽക്കുവാനുള്ള കാർക്കശ്യം പുലർത്തുകയാണ്. ഹജ്ജിന്റെ വേളയിൽ ഇങ്ങനെ തൽബിയത്ത് ചൊല്ലി, വിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലി മനുഷ്യർക്കൊപ്പം ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് നടത്തം നിർത്തിയിട്ട് വിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അവസാനിപ്പിച്ചിട്ട് ഖലീഫ ഇങ്ങനെ അത്ഭുത സ്തബ്ധനായി നിൽക്കുമ്പോ പറകിൽ നിന്ന് ആരോ ചോദിക്കുന്നുണ്ട്, അങ്ങെന്തിനാണ് വിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അവസാനിപ്പിച്ചത്? അങ്ങെന്തിനാണ് നടത്തം നിർത്തിയത്? ബഹുമാന്യരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ആ ചൂണ്ടുവരൽ ഇങ്ങനെ നീട്ടിയിട്ട് ഒരു കൊച്ചു കൂരയ്ക്ക് നേരെ, എന്നിട്ട് കൂടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ കൊച്ചു കൂര കാണുന്നുണ്ടോ? നിങ്ങൾ ആ കൊച്ചു കൂര കാണുന്നുണ്ടോ? ഉണ്ടെന്ന് പറയുമ്പോൾ ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, ഇത്തരം കൂരകൾ, കുടിലുകൾ എന്റെ അധികാര പരിധിയിൽ ഉണ്ടായിരിക്കെ എന്റെ പ്രാർത്ഥനയ്ക്ക് നാഥൻ എങ്ങനെ ഉത്തരം തരുമെന്ന്, ഈ മനുഷ്യർക്കൊപ്പം ചേർന്നു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് നാഥൻ എങ്ങനെ ഉത്തരം തരുമെന്ന് ബഹുമാന്യരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. തീർച്ചയായും മനുഷ്യരോട് കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചല്ലോ, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ. മനുഷ്യരോട് കടമ നിർവഹിക്കാൻ കഴിയണം. മിഖ്ദാദ് തങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അലിയാർ തങ്ങൾ സമ്മർദ്ദത്തിന് വിധേയപ്പെടുത്തിയപ്പോ മിഖ്ദാദ് തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി എന്ന്. അപ്പോഴാണ് തന്റെ കൈവെള്ളയിൽ അവിടുന്ന് കടം മേടിച്ചൊരു ദീനാർ മിഖ്ദാദ് തങ്ങളെ കൈവശം വെച്ചു കൊടുത്തിട്ട് അങ്ങ് പോയി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ മാനുഷികമായ ഭാവത്തെ, ആ കരുണയെ ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള മനോഹരമായ ജീവിതത്തിന്റെ മാതൃകകളാണ് ചരിത്രത്തിൽ നമുക്കെമ്പാടും കാണാൻ കഴിയുന്നത്. ഒരു നേരത്തെ ആഹാരം സ്വപ്നമായി ജീവിക്കുന്ന പരശതം മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. മാറത്ത് കുഞ്ഞിനെയും എന്തി കഞ്ഞിക്ക് ക്യൂ നിൽക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ആ അമ്മമാരുടെ കണ്ണീരിന് എന്നാണ് അറുതിയുണ്ടാവുക? പാപം മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് എന്നാണ് ഒരു അറുതിയുണ്ടാവുക? നിരന്തരം ആകുലതകളും വ്യാകുലതകളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ. വിശപ്പൊരു യാഥാർത്ഥ്യമാണ്, പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ്. ആ വിശപ്പിന്റെ വേദന അറിയണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പട്ടിണി കിടക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് വെള്ളം ലഭിക്കാതെ പോകണം. അള്ളാഹുവിന്റെ അനുഗ്രഹം നിരന്തരമായി ഭക്ഷണമായി, വെള്ളമായി നമ്മുടെ മുന്നിൽ സുഭിക്ഷമായി ലഭ്യമാകുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും വിശപ്പിന്റെ പട്ടിണിയുടെ വില മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഈ രാജ്യത്തിന് വിശക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ, ഏറ്റവും അധികം അതിദരിദ്രർ പാർക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ പാർക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് രാജ്യത്തിന്റെ ഭരണകൂടം പറയുന്നത്. ഇന്ത്യ വരാനിരിക്കുന്ന നാളുകളിൽ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നുവെന്ന് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഇന്ത്യക്ക് വിശക്കുന്നു എന്നാണ്. ലോകരാജ്യങ്ങളിൽ വിശക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ്. വിശക്കുന്നവൻ ആവശ്യമുള്ളത് എന്താണ്? വിശക്കുന്നവന്റെ കൈകളിൽ ഒരു ഉരുള ചോറ് വെച്ച് കൊടുക്കാൻ കഴിയണം. അവന്റെ തൊണ്ട നനയ്ക്കുവാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കുവാൻ കഴിയണം. ചുള്ളിക്കാട് പാടുന്നുണ്ടല്ലോ, വിശക്കുന്നവന്റെ രാജ്യം ആഹാരമാണ്, ഭക്ഷണമാണെന്ന്. തണുക്കുന്നവന്റെ രാജ്യം അതൊരു പുതപ്പാണെന്ന്. കൂരയില്ലാത്തവൻ അതൊരു കൂരയാണ്, കുടിലാണെന്ന് അദ്ദേഹം പാടുന്നുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, തണുക്കുന്നവന് പുതപ്പ് സംവിധാനിക്കണം.
കുടിലുകളില്ലാത്തവന് കൂരകൾ വെച്ചു കൊടുക്കണം. പക്ഷേ നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ വിശക്കുന്നവരെ കാണുകയാണ്, കൂരകളില്ലാത്തവരെ കാണുകയാണ്. വിശന്നു വലഞ്ഞു വിരുന്നു വരുന്നവരെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? വിശന്നു വലഞ്ഞു വിരുന്നു വന്ന പാവം രാംനാരായണൻ ഭയ്യാറിനെ തല്ലിക്കൊന്നു നമ്മുടെ നാട്. നമ്മുടെ നാടിന്റെ സംസ്കൃതി എന്താണ്? അറബിക്കടലിലേക്ക് തുറന്നു നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ തുറന്നു വെച്ചൊരു മനസ്സും നമ്മുടെ നാടിനുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാടിന്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വിശന്നു വലഞ്ഞു വിരുന്നു വന്ന രാംനാരായണൻ ഭയ്യാറിനെ തല്ലിക്കൊന്നു നമ്മൾ. പാവം ഭാര്യയുടെയും 2 മക്കളുടെയും അവരുടെ വിശപ്പാറ്റുന്നതിനാണ് ഒരുപാട് പ്രതീക്ഷകളുമായി പാവം രാംനാരായണൻ വന്നത്, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി. അങ്ങനെ പാവം മനുഷ്യൻ ഛത്തീസ്ഗഡിൽ നിന്ന്, ബിലാസ്പൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വരികയാണ്.